ഡബിൾ ഹോഴ്സ് ആണേ. എല്ലാരും വന്ന് ഡബിൾ ഹോഴ്സിന്റെ പുട്ടാന്നല്ല ചോദിക്കുന്നത് രാവിലെ. ഡബിൾ ഹോഴ്സിൽ നല്ല കമ്മീഷനും കാണൂടാ അയാൾക്ക്. അല്ലാതെ പിന്നെ ഇത്രയും തിരക്ക് എന്താ പുട്ടിന് കമ്മീഷനാ? ഡബിൾ ഹോഴ്സിന്റെ പുട്ടെന്ന് പറഞ്ഞാൽ അത് 1.5 പുട്ടാടാ. അത് കണ്ടടാ 1.5 പുട്ടാ ഇത്. കടലക്കറി ഒഴിച്ചും കൊണ്ടേ കളയാതെ കൊണ്ടുപോകണം. കണ്ടല്ലേ എന്റെ പൊന്നണ്ണ പുട്ട ഏതാണ്? ഗോതമ്പ് പുട്ട, അരിപ്പുട്ട? ഡബിൾ ഹോഴ്സിന്റെ സൂപ്പർ പുട്ടടാ. ഡബിൾ ഹോഴ്സിന്റെ പുട്ട. ആ അണ്ണാ ഒരു കുറ്റി എടുക്കും. പണിക്കൊന്നും പോകാൻ ഡബിൾ ഹോഴ്സിന്റെ പുട്ട ചാടും. അരപ്പുട്ട് മതി. സ്പോഞ്ചാന്നറിയോ? ഡബിൾ ഹോഴ്സിന് വിട്ടു. സൂപ്പറാ മോനെ അണ്ണാ. ഡബിൾ ഹോഴ്സിന്റെ സമ്മാന പദ്ധതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു. അളിയ, ഈ ഡബിൾ ഹോഴ്സിന്റെ സമ്മാന പദ്ധതിയെ കുറിച്ച് ഇങ്ങനെ രാവിലെ ഇട്ട് പറഞ്ഞു. എന്തു അളിയാ? അത് ഗംഭീരമായ സമ്മാന പദ്ധതിയാണ് ഡബിൾ ഹോഴ്സിന്റെ. അതായത് നമ്മൾ 14 ഐറ്റത്തിന് സമ്മാനം കൊടുക്കുന്നു. പ്രധാനപ്പെട്ട 14 ഐറ്റത്തിന്. നമുക്ക് എല്ലാ പ്രോഡക്റ്റും പ്രധാനപ്പെട്ടതാണ് ഡബിൾ ഹോഴ്സിന്റെ. കിട്ടുന്ന സാധനം 10-65 വർഷമായില്ല ഒരു മാർക്കറ്റിൽ. പക്ഷേ അളിയ, നമ്മൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം ചെയ്താൽ ഡബിൾ ഹോഴ്സിന്റെ 1 കിലോ പുട്ടുപൊടിയോ ജാഗിരിപ്പൊടിയോ അപ്പപ്പൊടിയോ ഈസി പാലപ്പോ ഈസി ഇടിയപ്പോ പത്തിരിപ്പൊടിയോ ഇൻസ്റ്റന്റ് ഇടിയപ്പോ റവയോ നിങ്ങൾ മേടിക്കുക. ഓരോ പാക്കറ്റിനുള്ളിലും ഉറപ്പായ സമ്മാന പദ്ധതികളുണ്ട്. അതായത് ക്യാഷ് ബാക്ക് അപ്പം തന്നെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കോടികളുടെ സമ്മാനമാണ്. ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഓവൻ, പിന്നെ അത് കൂടാതെ സ്വിഫ്റ്റ് കാർ. പിന്നെ അതിനെക്കാട്ടി ഗംഭീര സംഭവം എന്ന് പറഞ്ഞാൽ അളിയ സിംഗപ്പൂർ ട്രിപ്പ് പൊളിക്കാം. എന്റെ അണ്ണനും പോയി പൊളിക്കാം അല്ല. അതുകൊണ്ടല്ലേ എന്റെ അണ്ണൻ 2 കുട്ടി ഡബിൾ ഹോഴ്സിന്റെ പുട്ടുകൂടി വെച്ചേക്കുന്ന. കാർ അടിച്ചാൽ ശ്രീധരൻ കൊടുത്തൂടെ? പൊളിക്കാണ്ട. ഈ പ്രാവശ്യം ഡബിൾ ഹോഴ്സിന്റെ കൂടെ തന്നെ അല്ലേ? അടിയണ്ട കൈ